ഹിമാചലിലെ മാൻഡിയെ ഇളക്കി മറിച്ചുകൊണ്ട് കങ്കണ റണൌട്ടിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. തത്സമയമാണ് കണ്ടുകൊണ്ടിരുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ നിതീഷിനെതിരെ ഒരു ബലാത്സംഗ കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. സുഹൃത്തിന്റെ സഹോദരിയെയാണ് നിതീഷ് ബലാത്സംഗം ചെയ്ത് വിവാഹദോഷം മാറാനെന്ന പേരിൽ പ്രതീകാത്മക കല്യാണം കഴിച്ചായിരുന്നു പീഡനം. ഇയാൾക്കെതിരെ നേരത്തെ തന്നെ സുഹൃത്തിന്റെ അമ്മയെ ബലാത്സംഗം ചെയ്തതിനും കേസെടുത്തിട്ടുണ്ടായിരുന്നു. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, കൊടും കുറ്റവാളി തന്നെയാണ് ഈ നിതീഷ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. മുൻപും പലതവണ ബലാത്സംഗ കേസുകൾ പ്രതിയായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത എന്താണ്? പ്രധാനമായും ഒരു കുടുംബത്തിന്റെ അന്ധവിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് നിതീഷ് എന്ന വ്യക്തി നടത്തിയ ക്രൂരതകളാണ് ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ നവജാത ശിശുവിനെയും അതുപോലെ തന്നെ മധ്യവയസ്കരെയും കൊലപ്പെടുത്തിയത് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ കൂടുതൽ കേസുകൾ നിതീഷിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തു വരുന്നത്. ഈ കൊലപാതക കേസിന് പിന്നാലെ സുഹൃത്തിന്റെ അമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇയാൾക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സുഹൃത്തിന്റെ സഹോദരിയെ പീഡിപ്പിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹദോഷം മാറണമെങ്കിൽ കല്യാണം കഴിക്കണം. ആദ്യം പ്രതീകാത്മകമായി കല്യാണം കഴിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ഒരു കല്യാണം നടക്കൂ എന്ന് ഈ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ച ശേഷമായിരുന്നു പ്രതീകാത്മകമായി കല്യാണം കഴിച്ച ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ കട്ടപ്പന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മുമ്പ് രണ്ട് കേസുകളിലാണ് നിതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാനമായും നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസും അതുപോലെ തന്നെ മധ്യവയസ്കനായിട്ടുള്ള ഈ സുഹൃത്തിന്റെ പിതാവിനെ കൊന്ന് വീടിനുള്ളിൽ കുഴിച്ചു മൂടി എന്നുള്ള രണ്ട് കേസുകളിലാണ് മുമ്പ് നിതീഷിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നിതീഷിന്റെ സുഹൃത്തായിട്ടുള്ള വ്യക്തിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ നിലവിൽ ഇപ്പോൾ പീരുമേട് സബ് ജയിലിലാണുള്ളത്. ശരി, കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ നിതീഷിനെതിരെ ഒരു ബലാത്സംഗ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.